ഇന്ന് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം. ഭീകരവാദ വിരുദ്ധ ദിനമായാണ് രാജ്യം ഈ ദിവസം ആചരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരതയുടെ വേരറുക്കാൻ ഇന്ത്യ നടത്തിയ പോരാട്ടത്തിന്റെ തീച്ചൂടിലേക്കാണ് രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾ കടന്നുവരുന്നത്. ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആ ഭരണാധികാരിയുടെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുകയാണ് രാജ്യം. 1981 മുതൽ 1991 വരെ വെറും 10 കൊല്ലം മാത്രം നീണ്ടുനിന്ന രാഷ്ട്രീയ ജീവിതം. അതിനിടെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി. ഭരണകാലയളവിനെ അടയാളപ്പെടുത്തും വിധമുള്ള നിർണായകവും ശ്രദ്ധേയവുമായ തീരുമാനങ്ങളും നടപടികളും. അതിലൊന്നിന്റെ പരിണിത ഫലമെന്നോണം ചാവേർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുമ്പോൾ രാജീവ് ഗാന്ധിക്ക് വയസ്സ് 46. ചെറിയൊരു കാലഘട്ടം കൊണ്ടുതന്നെ ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തുന്ന ഭരണ നടപടികൾ രാജീവിലെ ക്രാന്തദർശിത്വം വ്യക്തമാക്കുന്നതായിരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗം, കമ്പ്യൂട്ടർ, എയർലൈൻസ്, പ്രതിരോധം, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലകളിൽ രാജ്യം വളർന്നു. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ദേശീയ നയവും രാജീവ് സർക്കാരിന്റെ സംഭാവനയാണ്. ഇന്ത്യയിൽ ടെലികോം വിപ്ലവം സാധ്യമായത് രാജീവിന്റെ കാലത്തായിരുന്നു. രാജ്യത്ത് പഞ്ചായത്തി രാജ് സംവിധാനത്തിന് അടിത്തറയിട്ടു. വോട്ട് രേഖപ്പെടുത്താനുള്ള പ്രായം 21 നിന്ന് 18 താഴ്ത്തിയത് 61ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജീവ് ഗാന്ധി സർക്കാരാണ്. സജീവ ഇടപെടലുകളുടെ വിദേശ നയമായിരുന്നു രാജീവ് സ്വീകരിച്ചിരുന്നത്. സീഷൽസിലെയും മാലേദ്വീപിലെയും പട്ടാള അട്ടിമറികളെ പ്രതിരോധിക്കാൻ ഇന്ത്യ സൈന്യത്തെ അയച്ചു. ഇന്ത്യ പാക് അതിർത്തിയിലെ സിയാച്ചിൻ മേഖലയിലെ കൈവെയ്ത് പോസ്റ്റ് തിരിച്ചുപിടിച്ചു. ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇടപെടാനുള്ള രാജീവിന്റെ തീരുമാനമുണ്ടാകുന്നത് 1986-ലാണ്. ഇതേ തുടർന്ന് LTTEയുടെ ശത്രുവായി രാജീവ് ഗാന്ധി മാറി. ഒടുവിൽ 1991 മെയ് 21 മനുഷ്യ ബോംബായി മാറിയ തനുവിലൂടെ തമിഴ് പുലികൾ രാജീവിനെ വധിച്ചു. കാലം ഉരുണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഭീകരാക്രമണങ്ങൾ രാജ്യത്തെ ഞെട്ടിക്കുന്നു. തിരിച്ചടിക്ക് മടിക്കാതെ അതിർത്തി കടന്നും അഭിമാന പോരാട്ടം നടത്തുകയാണ് നമ്മുടെ ധീര സൈനികർ. അവരുടെ പോരാട്ട വീര്യത്തിന് ഊർജ്ജമാകട്ടെ രാജീവ് സ്മരണകൾ. ന്യൂസ് ഡെസ്ക് TCV.